റേക്കി, പ്രാണിക് ഹീലിംഗ് എന്നൊക്കെ പറയുന്നത് ഹോളിസ്റ്റിക് ചികിത്സകളാണ്. ഇതിന്റെയൊക്കെ അഡ്വാൻസ് സംഗതികളാണ് പ്രോഫറ്റ് മുഹമ്മദും ജീസസ് ക്രൈസ്റ്റും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഈ സത്യത്തിൽ ഈ റേക്കി എന്നൊക്കെ പറയുന്നത് ഒരു തരം തട്ടിപ്പല്ലേ? ഒരിക്കലും അല്ല. അത് പലർക്കും ഉള്ള സംഭവമാണ്. ഇതൊക്കെ വെറും തട്ടിപ്പാണ്. ഇതെന്തോ ഇപ്പോ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ ആദ്യം ഹോളിസ്റ്റിക് ചികിത്സ നോക്കിയതിന് ശേഷം മാത്രമേ അവർ മെഡിസിൻ പോലും കൊടുക്കാറുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻ എപ്പോഴും ഏത് മെഡിസിൻ ആണെങ്കിലും ശരീരത്തിന് പ്രശ്നം ഉണ്ടാക്കും ആണല്ലോ. പക്ഷെ ഇതിന് മെഡിസിൻ ഇല്ലാത്തത് കൊണ്ടും ലൈഫ് ഫോഴ്സ് എനർജി കൊടുത്തിട്ടാണ് ഇതിനകത്ത് ചികിത്സയുള്ളത്. ഇത് തന്നെയാണ് ലാസറെ നീ എഴുന്നേറ്റ് വരൂ എന്ന്, അല്ലെങ്കിൽ ലാസറിന്റെ ഈ യേശു കുരുടന് കാഴ്ച നൽകിയതും അവന്റെ അസുഖങ്ങൾ മാറ്റിയതും എല്ലാം ഈ ലൈഫ് ഫോഴ്സ് എനർജി കൊടുത്തിട്ടാണ്. അദ്ദേഹത്തിന് അത്രമാത്രം പവർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിന് ശാസ്ത്രീയമായിട്ട് എന്ത് തെളിവുള്ളത്? ശാസ്ത്രീയമായിട്ട് തെളിവല്ല. ഞാൻ ആദ്യം പറഞ്ഞു ഇതൊരു വിശ്വാസ ചികിത്സയാണ്, ഇതൊരു ഹോളിസ്റ്റിക് ചികിത്സയാണ്. ഇത് ഫലിക്കും വിശ്വാസം ഉണ്ടെങ്കിൽ. ഈവൻ ക്യാൻസർ പോലും മാറ്റാൻ പറ്റും. പക്ഷേ ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം. അത് നമ്മുടെ പ്ലാസിബോ എഫക്ട് എന്ന് പറഞ്ഞ മാതിരി ഒരു മെന്റലി ഒരു കരുത്തായിട്ട് അല്ലാതെ അതിനെ പറയാൻ പറ്റുമോ? ആണോ? അല്ല, അല്ല. റേക്കി കൊണ്ടും പ്രാണി ഹീലിംഗും ഒക്കെ കൊണ്ട് എല്ലാ അസുഖങ്ങളും മാറ്റാൻ പറ്റും. പക്ഷെ ഇതിന് ടൈം എടുക്കും. നമ്മൾ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖം മാറും. ഇത് പറ്റത്തില്ല. നമുക്ക് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന് അസുഖം വരുന്നതെന്ന് അറിയാമോ? മുജീബിന് അസുഖം വരാൻ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാം. അല്ല, നമുക്ക് 7 ചക്രാസ് ഉണ്ട്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്ന് പറഞ്ഞ് 7 ചക്രാസ്. എന്തൊക്കെയാണത്? നമ്മുടെ മൂലാധാരം അവിടുന്ന് ഇവിടെ 1, അതായത് നമ്മളുടെ പിന്നെ അല്ല എനർജി സെന്റേഴ്സ്, അതിനെയാണ് ചക്ര എന്ന് പറയുക. ഇത് കാണാൻ പറ്റുന്ന ഒരു സാധനമല്ല. പക്ഷെ അവിടെ ഓരോ ചക്രമുണ്ട് ഇങ്ങനെ: മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാര പദ്മം. ഈ എനർജി സെന്റേഴ്സ് ആണ്. ഈ എനർജി സെന്റേഴ്സില് കൃത്യമായ അളവിൽ എനർജി ചെല്ലാത്തിടത്തോളം കാലം, ചെല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ അത് എന്തുകൊണ്ടാണ് ചെല്ലാതിരിക്കുന്നത്? ഓൺലി നമ്മളുടെ ആഹാര രീതി, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈല്, ഇല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ പ്രശ്നം. ഉദാഹരണം ഞാൻ പറയാം. എന്താണെന്ന് ചോദിക്കുമല്ലോ. പക്ഷെ നിങ്ങളൊരു ശവപ്പറമ്പിൻ്റെ അടുത്താണ് താമസിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. കാര്യം എന്താ? ശവപ്പറമ്പിൽ നിന്ന് എപ്പോഴും നെഗറ്റീവ് എനർജിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളുടെ അപൂർവയെ ബാധിക്കും. അതൊരു ശാസ്ത്രീയ അടിത്തറയല്ല, ഇറ്റ്സ് എ ട്രൂ. ഇത് ശാസ്ത്രീയമായിട്ട് നിങ്ങൾ എല്ലാം അടിത്തറ. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോ നമ്മള് ഒരു ശ്മശാനത്തിന് അടുത്താണ് നിൽക്കുന്നത് വെച്ചാല്, നമ്മൾ താമസിക്കുന്ന ഒരു ശ്മശാനത്തിന് അടുത്താണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അതൊരു ശ്മശാനാണെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിനകത്തുണ്ടാവുകയും എപ്പോഴും നമ്മൾ അതന്നെ ചിന്തിച്ച് അത് നമ്മൾ സ്വയം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് നമുക്ക് മെന്റലി നമ്മൾ വീക്ക് ആവുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് എന്താ സംഭവിക്കാൻ? അങ്ങനെയാണെങ്കിൽ ശ്മശാനത്തിന്റെ തൊട്ടടുത്ത് താമസിച്ചിട്ടുള്ള ഒരു പാതിരി ഉണ്ടായിരുന്നു പണ്ട്. അദ്ദേഹം എന്ന് പറഞ്ഞാല് അറിയാലോ, ദൈവത്തോട് വളരെ വിശ്വാസമൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് അത് വരണ്ടല്ലേ? പക്ഷെ അങ്ങേക്ക് അവസാനം ക്യാൻസർ വന്നു, ആണ് മരിച്ചത്. അല്ല, ക്യാൻസർ വരുന്നതിന് പിന്നെ അല്ലല്ല, അത് മേ ബി ചുമ്മാതെ ഒരു കാര്യം, നോ ഗെയിൻ വിത്തൗട്ട് പെയിൻ എന്ന് പറഞ്ഞാൽ ചുമ്മാതെ ഒരു കാര്യം നടക്കത്തില്ല. എന്തിനെങ്കിലും ഒരു ഹേതു ഉണ്ടാവും. അല്ല, ഇതിൽ നിങ്ങൾ പറയുന്ന എനർജി, ആ എനർജി ഏത് രൂപത്തിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? എന്ത് തെളിവാണ് നിങ്ങൾക്ക് തരാൻ പറ്റും? തെളിവൊന്നും തരാൻ പറ്റുന്ന കാര്യമല്ല. ഇത് നമ്മളുടെ ഒരാളുടെ ലൈഫ് സ്റ്റൈലിലേക്ക് നോക്കുമ്പോൾ, അല്ല അയാളുടെ ലൈഫിലേക്ക് നോക്കുമ്പോൾ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, വാളിച്ചകൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സറൗണ്ടിങ്സിൽ താമസിക്കുന്നുണ്ടാ. നമ്മൾ ആരുടെ വേണമെങ്കിലും, നിങ്ങൾ ആരുടെ വേണമെങ്കിലും എടുത്തു നോക്കൂ. ഇന്നത്തെ കാലമല്ലേ, ശാസ്ത്രീയ യുഗമാണ്, എല്ലാം തെളിവെന്ന് പറഞ്ഞു ഈ ശവപ്പറമ്പിന്റെ അടുത്ത് താമസിക്കുന്നവർക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടായിരിക്കും. അതിന് സംശയം വേണ്ട. പക്ഷേ നമ്മൾ പുറത്ത് അറിയുന്നില്ല. അവരുടെ ഉള്ളിൽ പുകഞ്ഞു നീറുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാവാം. അല്ല, ഇപ്പോ ഈ കൺജസ്റ്റഡ് ആയിട്ടുള്ള സിറ്റികളിലൊക്കെ താമസിക്കുന്നവർക്ക്, പരിമിതമായ സ്ഥലത്ത് ജീവിക്കുന്നവർക്ക് തൊട്ടടുത്ത പ്ലോട്ടിൽ ചിലപ്പം ശവപ്പറമ്പ് ഉണ്ടാവാം. അവരത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അത് അറിയുന്ന സമയത്ത് മെന്റലി അവർക്ക് ഉണ്ടാവുന്ന ഒരു ഡിപ്രഷനല്ലേ? ശവപ്പറമ്പ് ഉണ്ടാവണമെന്നില്ല, പണ്ട് ഉണ്ടായിരുന്നു.
അതിന്റെ മേളിൽ വീട് വെച്ച് താമസിച്ചെന്ന് വെച്ചോ, ഉറപ്പായിട്ടും അതിന് പ്രശ്നങ്ങളുണ്ടാവും. എന്ത് പ്രശ്നം ഉണ്ടാവും? അവിടെ ഫുൾ നെഗറ്റീവ് എനർജിയാണ്. ഇവരുടെ ഔറയിൽ മൊത്തം ഈ നെഗറ്റീവ് എനർജി എന്ന് കയറുമ്പോഴത്തേക്ക് നമ്മളുടെ പല സംഭവങ്ങളും പിന്നെ ശാരീരിക മാനസികമായിട്ടുള്ള പല സാധനങ്ങളെയും സ്വാധീനിക്കാൻ ഈ എനർജിക്ക് പറ്റും. എല്ലാം ഒരു എനർജിയാണ്, അറിയാമല്ലോ. അപ്പൊ ഈ പറഞ്ഞു വരുന്നത് അവിടെ ആത്മാക്കൾ ഉണ്ടെന്നാണോ? മേ ബി ആത്മാക്കൾ എന്ന് പറയുന്നത് എന്താണ്? അതൊരു എനർജിയാ. അതെ, അപ്പൊ ഈ ആത്മാക്കളാണോ ഈ എനർജി ഉണ്ടാക്കുന്നത്? ആത്മാക്കൾ ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്നതിനിടയ്ക്ക് ഇവിടെ എത്രയോ ആത്മാക്കൾ വന്ന് ഇപ്പൊ ഉണ്ടാവും. ഇതെല്ലാം എനർജിയാണ്. ഇതൊരിക്കലും ഡൈല്യൂട്ട് ചെയ്ത പോലെ ഇവർക്കൊരു സ്റ്റേജ് കഴിയുമ്പോൾ മാത്രം ഇവർ വീണ്ടും പുനർജനിക്കും. ഭൂമിയിൽ ധാരാളം എനർജി സോഴ്സുകൾ ഉണ്ടാവും. എനർജി സോഴ്സിൽ ആയിക്കോട്ടെ, പക്ഷേ ഒരാള് മരിച്ചു കഴിഞ്ഞാല് ആ ആത്മാക്കൾ ഒരു എനർജി ആയിട്ട് വരും എന്നുള്ളതിന് എന്ത് ശാസ്ത്രീയമായ അടിസ്ഥാനമാണുള്ളത്? ഇതൊന്നും ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ എനിക്കറിയത്തില്ല. പക്ഷെ തെളിയിക്കാൻ അറിയാവുന്നവർ ഇപ്പോഴും ഭൂമിയിലുണ്ട്. ആരാണത്? പലരും ഉണ്ട്, പല സയന്റിസ്റ്റുകളും ഉണ്ട്. ക്രില്ലിയൻ ഫോട്ടോഗ്രാഫിയിലൂടെ തന്നെ പലരുടെ കയ്യിലും എനർജി കയറി പോകുന്നതും വരുന്നതും ഒക്കെ അറിയാൻ പറ്റും. നിങ്ങൾ റേക്കിയുടെ കാര്യം പറഞ്ഞില്ലേ, റേക്കിയിൽ നിന്ന് പോകുന്ന എനർജി എത്രമാത്രം ഉണ്ടെന്നുള്ളത് ക്രില്ലിയൻ ഫോട്ടോഗ്രാഫിയിൽ വെച്ച് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എന്ത് ഫോട്ടോഗ്രാഫി? ക്രില്ലിയൻ ഫോട്ടോഗ്രാഫി. ക്രില്ലിയൻ ഫോട്ടോഗ്രാഫി. ആ ഫോട്ടോഗ്രാഫി എങ്ങനെയാണ് വർക്ക്? ഏത് മീഡിയത്തിലാണ് വർക്ക്? മീഡിയ ഏതാന്ന് വെച്ചാൽ എനിക്ക് അതിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് ചോദിച്ചാൽ, ക്രില്ലിയൻ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫിയിലൂടെ ഫോട്ടോ എടുത്താൽ നമ്മളുടെ ശരീരത്തിന്റെ ഒരു പിന്നെ വിവിധ കളർഫുൾ ആയിട്ടുള്ള ഇതാ കാണുന്നത്. ആ ഹീറ്റ്, ആ എനർജിയുടെ അല്ല, നമ്മളിപ്പോ തെർമൽ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുത്തു കഴിഞ്ഞാല്, ഒരാളുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഹീറ്റ് സോഴ്സ്, നമ്മുടെ ശരീരം ഹീറ്റ് സോഴ്സ് ആണല്ലോ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഹീറ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏരിയകൾ ഏതൊക്കെ എന്നുള്ളത് തെർമൽ ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിൽ കൂടുതലായിട്ട് വേറെ എന്ത് സംവിധാനമാണ് അതിലുള്ളതിനെ കുറിച്ച്? ഒരു പക്ഷേ തെർമൽ അതിന്റെ അഡ്വാൻസ് വെർഷൻ ആവാം. തെർമൽ ക്യാമറ തന്നെ ഇറ്റ്സ് യൂഷ്വൽ. അത് സ്വാഭാവികമല്ലേ? അല്ല, ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാല് പിന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. ഫോട്ടോഗ്രാഫി കണ്ടുപിടിച്ചതിന് ശേഷം അതിന് മുമ്പുള്ള അതിനെ കുറിച്ച് എനിക്ക് വിശദമായിട്ട് അറിയില്ല. അതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ റേക്കിയുടെ പുസ്തകം തരാം. ആ പുസ്തകത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് സായിപ്പന്മാർ റേക്കി പലരും പിന്നെ വലിയ എനർജി പിന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, പല രോഗങ്ങളും മാറ്റാൻ പറ്റും എന്നൊക്കെ അവകാശവാദമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും എത്ര അസോസിയേഷൻസ് അസോസിയേഷൻ ഉണ്ട്. ഞാനൊരു കാര്യം പറയാം. ഇപ്പോ ഹോമിയോ മെഡിസിന് പിന്നെ യാതൊരു ഫലപ്രദമല്ല എന്ന് പറഞ്ഞിട്ട് വാദിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അവർക്കും അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അസോസിയേഷൻ ഉണ്ട് എന്ന് പറഞ്ഞതോ അല്ലെ ഒരു ഭാഗം ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ടോ ഒരു വസ്തുത നമുക്ക് തെളിയിക്കപ്പെടാതെ നമുക്ക് എങ്ങനെ വിശ്വസിക്കും? നമുക്ക് ഇതിപ്പം ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് വെച്ചാല്, നിങ്ങൾ എന്ന വ്യക്തിക്ക് ഇത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യു സ്റ്റഡി വെൽ. അത്രേ എനിക്ക് പറയാനുള്ളത്. ഈ റേക്കിയും പ്രാണിക് ഹീലിംഗും ഒരാളെ ഇങ്ങോട്ട് വരൂ, നിങ്ങൾക്ക് ഞങ്ങൾ ഫ്രീ ചികിത്സ തരാമെന്നുണ്ട് ആരും വിളിക്കത്തില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ റേക്കി പഠിച്ചിട്ടുണ്ടോ? ഞാൻ റേക്കി പഠിച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റും സെക്കൻഡും 2 ഗ്രേഡും ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ റേക്കി പഠിച്ചതിൽ നിന്ന് നിങ്ങളുടെ അനുഭവം എന്താ? എന്റെ അനുഭവം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഡിസ്റ്റന്റ് ഹീലിംഗ് എന്നൊരു സംഭവം ഉണ്ട്. നമ്മള് തമ്മിൽ പറയാം. ജൂലിയറ്റ് ഇന്ത്യ മൈക്ക് എന്ന് പറഞ്ഞ ജോസഫ് മറ്റപ്പള്ളിയെ അറിയാം. അദ്ദേഹം ഇതിന്റെ ഗ്രാൻഡ് മാസ്റ്ററാണ്. അപ്പൊ നമുക്കൊരാൾക്ക് ഒരു തലവേദനയുണ്ട്. ഒരു സിമ്പിൾ കാര്യം, ഒരു തലവേദന വന്നു വെച്ചു. അപ്പൊ മുജീബ് പറയാണ്, ജിമ്മ എനിക്ക് തലവേദനയാണ്, ഇച്ചിരി റേക്ക് തരാമോ? ശരി മുജീബ്, നിങ്ങൾ ഇച്ചിരി എന്നെ കണ്ണടച്ചിരിക്കാൻ പറയും. അങ്ങനെ അവിടുന്ന് എനർജി സെൻഡ് ചെയ്യും, നിങ്ങളുടെ തലവേദന മാറിയിരിക്കും. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? എനിക്ക് അനുഭവം ഞാൻ ചെയ്യാറുണ്ടല്ലോ. ഞാൻ എന്റെ വൈഫിന് ചെയ്യാറുണ്ട്, എന്റെ മക്കൾക്ക് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സാഹചര്യങ്ങൾ അനുഭവപ്പെടുത്താം, അനുകൂലമല്ല. ഇതിപ്പോ നിങ്ങൾ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞത് ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങളെ ഭാര്യക്കൊരു തലവേദന വന്നു. ഭാര്യക്ക് തലവേദന വന്നപ്പോ നിങ്ങൾ എന്ത് എങ്ങനെയാണെന്നുള്ളതല്ലേ? റേക്കിയും പ്രാണിക് ഹീലിംഗ് തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, റേക്കി എന്ന് പറഞ്ഞാൽ സ്പർശന ചികിത്സയാണ്. നമുക്കിവിടെ കൈവേദന ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ രണ്ട് കൈ ഇങ്ങനെ ചേർത്ത് അവിടെ വയ്ക്കും. നമ്മള് ഈ റേക്കിയിൽ വന്നു കഴിഞ്ഞാൽ ചാനലാകുമെന്ന് വെച്ചാൽ അറ്റ്യൂൺമെന്റ് എന്ന് പറഞ്ഞ അല്ല, അതായത് ഞാൻ ഫുള്ളായിട്ട് പറയട്ടെ.
അപ്പൊ അറ്റ്യൂൺമെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 21 ദിവസം മുടങ്ങാതെ ഈ 7 നമ്മുടെ അല്ല പിന്നെ 26ഓളം സെന്റേഴ്സ് ഉണ്ട്. അവിടെ എല്ലാം നമ്മളിങ്ങനെ കൈവച്ച് 3 മിനിറ്റ് 3 മിനിറ്റ് വീതം എനർജൈസ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ അപ്പോഴത്തേക്ക് നമ്മളുടെ ബോഡി ഒന്ന് ശരിക്കും ഒരു എനർജി ചാനൽ പോലെ ആവും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നമ്മളിൽ പവർ ഉണ്ടാവുന്നത്. അപ്പൊ പിന്നെ നമുക്ക് എന്താ പറ്റുന്നത്, നമുക്ക് നമ്മളെ ചികിത്സിക്കാൻ പറ്റും. നമുക്ക് തലവേദന ഉണ്ടെങ്കിലോ നമുക്ക് എന്തെങ്കിലും ബോഡി പെയിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആ സൂത്ത്നെസ് ഫീൽ ചെയ്യും. എന്താണ് ഒരു റേക്കി ഹീലർക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നല്ല ഭയങ്കര പിന്നെ എരിവുള്ള മുളക് നമ്മൾ അരയ്ക്കുന്നു. അരച്ചിട്ട് നമ്മൾ കയ്യിലിങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൈ കഴുകി കളയുന്നു. അത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടാകുന്ന ഫീലിംഗ് എന്താണ്? അപ്പൊ നമ്മളെ കൈ ചുട്ടുപൊള്ളും. മുളക് അരച്ച് കയ്യിൽ എന്തായിരിക്കും ആ ഫീലിംഗ്? ഫീലിംഗ് ഒരു പൊള്ളുന്ന ഫീലിംഗ് ഉണ്ടാവും. അത് തന്നെ. നിങ്ങൾക്ക് അവിടെ ലൈറ്റും എല്ലാം കാണുമോ? അല്ല, പൊള്ളുന്ന ഫീലിംഗ് ഉണ്ടാകാൻ കാരണം അല്ല, പറയട്ടെ, ഞാൻ പറഞ്ഞ ശാസ്ത്രമല്ല, അതാണ് റേക്കി എനർജി ആയിട്ട് നമുക്ക് തോന്നുന്നത്. നമ്മൾ കയ്യിൽ ഇങ്ങനെ ആ ഒരു മുളകറിച്ച ഫീലിംഗ് ഉണ്ടാകത്തില്ലേ, അതാണ് എനർജി. ഈ സാധനം, ഈ എനർജി റേക്കി ചെയ്യുന്നവർക്കാണോ കിട്ടുന്നവർക്കാണോ തോന്നുന്നത്? നമുക്ക് രണ്ടുപേർക്കും തോന്നും. നമുക്ക് ഈ പുകച്ചിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോന്നായിട്ട് വേണ്ട. മുജീബിന് ഇപ്പൊ അതറിയണം. ഇതാണ് ഇവിടെ ഇങ്ങനെ പിടിക്കും, രണ്ടിടത്തും പ്രസ് ചെയ്യും, നല്ലൊരു പ്രസ് ചെയ്യും. ഈ കയ്യിലും പ്രസ് ചെയ്യും, ഈ തള്ളവരല് പ്രസ് ചെയ്തു, ഈ വരലും പ്രസ് ചെയ്തു, ഒരു 5-6 തവണ പ്രസ് ചെയ്യാം. കൈ ഇങ്ങനെ അടുപ്പിച്ച് വെക്കുക, കൈ അടുപ്പിച്ച് വെച്ചു, എന്നിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് കൊണ്ടുപോകാം, ഇങ്ങോട്ട് കൊണ്ടുവന്നു, അടുപ്പിച്ച് വെക്കുക. ഇടയ്ക്ക് എന്താ തോന്നുന്നുണ്ടോ? ഇടയ്ക്ക് ഒന്നും തോന്നുന്നില്ല. ആര് പറഞ്ഞു? ഇടയ്ക്ക് ഇവിടെ ഒരു എന്തോ ഒരു എനർജി ഫീൽ തോന്നില്ലേ? അത് ഞാൻ പറയട്ടെ. ഈ എനർജി ഫീൽ ചെയ്യുന്നത് തികച്ചും നമ്മുടെ പിന്നെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ. വേണ്ട, നിങ്ങൾ ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി നോക്കിയേ. ഇങ്ങനെ ആക്കി നോക്കി. ഇവിടെ നിങ്ങൾക്ക് ഈ ഇത്രയും ഡിസ്റ്റൻസ് വെച്ച് ആക്കി നോക്ക്. ഇവിടെ എന്തോ തട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ആക്കണ്ട, ഒരു കൈ ഇവിടെ വെച്ചേക്കുക, എന്നിട്ട് ഇങ്ങനെ തട്ടി നോക്കി. ഇവിടെ ഒന്ന് തട്ടുന്നുണ്ടോ തോന്നുന്നുണ്ടോ? അല്ല, നിങ്ങൾ പറയും കാറ്റാണ്. കാറ്റല്ലാണ്ട് ഇങ്ങനെ മെല്ലെ തട്ടി നോക്കി. ഒന്നും ഫീൽ ചെയ്യുന്നില്ല. സകല ഞാൻ ഇത്രയും കാലം എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട്, എല്ലാവർക്കും ഫീൽ ചെയ്യും. എന്റെ കൈ ഞാൻ ഇങ്ങനെ വെക്കുന്നു. ഈ കാണികൾ കണ്ടിട്ട് പറയട്ടെ, എന്റെ കൈ ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ വെച്ചു. ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി വരുമ്പോ എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ ഞാൻ പലരോടും ഇങ്ങനെ ഇത് പറഞ്ഞിട്ട് അവർക്ക് ശരി എന്തോ ഒരു ഇവിടെ എനർജി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അത് ഞാൻ പറയാം. അതൊരു നമ്മളിപ്പോ മരുന്ന്, ഞാനിപ്പോ നിങ്ങൾക്കൊരു പിന്നെ ചെറിയ അസുഖമുണ്ട്, ഒരു പനിയോ എന്തെങ്കിലും ചെറിയൊരു അസുഖമുണ്ട്. ഞാൻ മരുന്നാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് ഒരു 2-3 നേരം മരുന്നാണെന്ന് പറഞ്ഞു തന്നു. ചിലപ്പോ ഞാൻ തരുന്ന മരുന്നിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചിലപ്പോ നിങ്ങളെ മെന്റലി എനർജൈസ് ചെയ്യും. ഞാനൊരു മരുന്ന് കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ അസുഖം മാറും എന്നുള്ളൊരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ കുറച്ചുകൂടി ആക്റ്റീവ് ആവും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അങ്ങനെ ഉണ്ടാവുന്ന ഒരു പ്ലാസിബോ എഫക്റ്റിൽ നിന്ന് അസുഖങ്ങൾ മാറുന്നതാണ്. അല്ലാതെ ഞാൻ തരുന്ന വെള്ളത്തിൽ ഒരു ഔഷധ ഗുണവും ഇല്ല. അതുപോലെ പിന്നെ നിങ്ങളിപ്പോ ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കുമ്പോ അത് ഇങ്ങനെ തള്ളുമ്പോ അവിടെ തട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഫീല് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ മെന്റലി നിങ്ങൾ മാനസികമായിട്ട് ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യും. എന്നതിൽ കവിഞ്ഞ് എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. അതല്ലേ സത്യം? അല്ല, പിന്നെ നമ്മൾ ഈ റേക്കിയുടെ കാര്യം ഒന്നും പറയാതെ ഒരാളോട് പറയാ, നിങ്ങൾ ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് നനയ്ക്കോ, എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്ത് മനസ്സിലാവും? അപ്പൊ ഉണ്ട് ഇല്ല. അതാണ് ലൈഫ് ഫോഴ്സ് എനർജി എന്ന് പറയുന്നത്. നിങ്ങൾ ഒരാൾ റേക്കിന്റെ കാര്യം ഒന്നും പറയുന്നില്ല, എന്നിട്ട് ഒരാളോട് ഇങ്ങനെ പറയുമ്പോ അയാൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടാവും. ഇത്രയും നാൾ ഞാൻ ചോദിച്ച പലർക്കും എല്ലാവർക്കും അവിടെ എനർജി ഫീൽ ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ റേക്കിയുടെ കാര്യമൊന്നുമല്ല. എന്ത് എനർജി ഫീൽ? ഇവിടെ ഒരു എനർജി ഇല്ലേ? അവിടെ എനിക്ക് എന്ത് എനർജി? അത് ഒരു എനർജി ഉണ്ട് അവിടെ. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാത്ത എന്താന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു, ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ എനിക്കറിയില്ല, തെളിയിക്കാൻ പറ്റുന്ന കക്ഷികളൊക്കെ ഉണ്ട്. പിന്നെ
ഇതാദ്യം ഞാൻ തുടക്കത്തിലേ ഞാൻ പറഞ്ഞാൽ ഇതൊരു വിശ്വാസ ചികിത്സയാണ്. ഇതിനെയാണ് ഹോളിസ്റ്റിക് ചികിത്സ എന്ന് പറയുന്നത്. റേക്കി ആണെങ്കിലും പ്രാണി ഹീലിംഗ് ആണെങ്കിലും പിന്നെ കുറേ അധികം ഉണ്ട്. ഞാൻ രണ്ടെണ്ണേ പഠിച്ചിട്ടുള്ളൂ. പ്രാണി ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടണ്ട, റേക്കി എന്ന് പറഞ്ഞാൽ സ്പർശ ചികിത്സ. മറ്റേന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈ കാണിച്ചാൽ മതി. ഈ എനർജി ഇതിലേക്കൂടെ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കും. അപ്പൊ നമ്മുടെ കൈ എനർജി അവിടെ വരും. ശരിക്കും നമ്മൾ ക്രില്ലിയൻ ഫോട്ടോഗ്രാഫി എടുത്തു കഴിഞ്ഞാൽ ഈ കയ്യിൽ നിന്ന് ഇങ്ങനെ എനർജി ചുമന്ന ഇതിലിങ്ങനെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. സത്യത്തിൽ അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫി ഉണ്ട്. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യും. ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്യാം. ഇപ്പൊ നമ്മളെ ഈ ചർച്ച കാണുന്ന നോക്കട്ടെ, അവര് ഒന്ന് പരിശോധിക്കട്ടെ. അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫി ഞാൻ ആധികാരികമായിട്ട് എനിക്ക് അതിനെ പറ്റി അറിയണം. ഇതിന്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ നിങ്ങൾ അതിന്റെ സത്യമാണെങ്കിൽ അക്രിലിയൻ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യും. അത് തീർച്ചയായിട്ടും ഞാനതിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കാം. പക്ഷെ നിങ്ങളിപ്പോ ഇത് റേക്കി പഠിച്ച സമയത്ത് ഇത് പഠിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? ഞാൻ പഠിക്കാൻ വേണ്ടി എനിക്ക് പണ്ടുപോലെ ഇങ്ങനെ ഈ പിന്നെ എന്താ പറയുന്നത് വ്യത്യസ്തമായ കാര്യങ്ങൾ പഠിക്കാൻ പണ്ടുപോലെ എനിക്കൊരു ത്വരയുള്ള ഒരാളാണ്. അപ്പൊ ഇങ്ങനെ എപ്പോഴും ഞാൻ കേട്ട് റേക്കി വെച്ച് കഴിഞ്ഞാലും മരുന്നൊന്നും കഴിക്കാതെ അസുഖം മാറ്റാൻ പറ്റും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം. അപ്പോൾ എന്താ ഈ പ്രോഫറ്റ് മുഹമ്മദ് ജീസസ് ക്രൈസ്റ്റും ഒക്കെ ചെയ്തെന്ന് അവരൊക്കെ ഇങ്ങനെയാണല്ലോ, അന്ന് അവര് ഇങ്ങനെ കാണിക്കത്തല്ലേ ഉള്ളൂ, അവരുടെ അസുഖം മാറുകയല്ലേ ചെയ്യുന്നത്. കാര്യം അവര് അത്രമാത്രം മെന്റൽ പവറും അതുപോലെ തന്നെ ആത്മീയമായിട്ട് പവറുള്ള ആളാണ്. നമ്മളുടെ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരാണ് ഇങ്ങനെ ഓരോ ചക്രാസ് മെഡിറ്റേഷനിലൂടെ കയറി അനുസരിച്ച് നമുക്ക് അമാനുഷിക ശക്തികൾ വരും. മൂലാധാരം, സ്വാധിഷ്ഠാനം പറഞ്ഞ അനാഹതം എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ത്രികാല ജ്ഞാനമൊക്കെ ഉണ്ടാവും. അതിന് താഴെ എത്തുമ്പോൾ തന്നെ ത്രികാല ജ്ഞാനം ഉണ്ടാവും. അതുപോലെ അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഉണ്ടാവുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ പ്യൂർ വെജിറ്റേറിയൻ ആവണം. മനസ്സിൽ കുശുമ്പ്, അസൂയ അങ്ങനെയുള്ള സംഗതികളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് സന്യാസിമാർക്ക് ഈ പവറൊന്നും ഇല്ലാത്തത്. പണ്ടുള്ള സന്യാസിമാർക്കൊക്കെ ഈ പവർ ഉണ്ടായിരുന്നു. കാര്യം അവർ കൂടുതലും പിന്നെ വെജിറ്റേറിയനൊക്കെ ആയിരുന്നു. ഇത്രയധികം ജനങ്ങളില്ല, ഇത്രയധികം ആക്ടിവിറ്റീസ് ഇല്ല. ഇന്നാണെങ്കിൽ സർവ്വസമയവും പിന്നെ ഫാസ്റ്റ് ഫുഡിൻ്റെ കീഴെയും നോൺ വെജിൻ്റെ പുറകെയാണ് ജനങ്ങൾ മൊത്തവും. അന്ന് ഇത്രയധികം ഫുഡിൻ്റെ വെറൈറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോഴുള്ള മനുഷ്യർക്ക് എത്ര വർഷങ്ങളായാലും ആ പിന്നെ കുണ്ടലി ഉണരാത്തതും ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഓരോ സെൻറ്റേഴ്സിൽ വരുന്നതനുസരിച്ച് നമുക്ക് ത്രികാല ജ്ഞാനങ്ങളും പല കാര്യങ്ങളും ഉണ്ടാവുന്നത്. അതില്ലാത്ത അതുകൊണ്ടാണ്. ഒരു ചികിത്സാ രീതിയോ ഒരു രീതി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു സാമാന്യ ബോധം നമുക്ക് ഉണ്ടാവേണ്ടതല്ലേ? നമ്മളുടെ കയ്യിലൂടെ നമ്മൾ പ്രസരിപ്പിക്കുന്ന എനർജി അതാത് സെന്ററിൽ ചെല്ലുമ്പോൾ ആ സെന്റർ, ഇപ്പൊ നമുക്ക് കിഡ്നി ഡിസീസ് ആണ് വരുന്നതെങ്കിൽ മൂലാധാരത്തിനാണ് അതിന്റെ പിന്നെ ഡ്യൂട്ടി ഉള്ളത്. മൂലാധാരത്തിന് പ്രശ്നം വന്നാൽ സെക്ഷൽ പ്രശ്നങ്ങള്, പ്രൊഡക്റ്റീവ് പ്രശ്നങ്ങള്, അങ്ങനെ ലൈംഗിക പ്രശ്നങ്ങൾ, ഇതിനെല്ലാത്തിനും മൂലാധാരത്തിലാണ് അതിന്റെ കേന്ദ്രം. അവിടെ കറക്റ്റായിട്ടുള്ള എനർജി കിട്ടാതിരിക്കുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ഈ വന്ധ്യത, പിന്നെ അതുപോലെ തന്നെ പല ഈ അങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം അതിലൂടെയാണ് വരുന്നത്. അല്ല, അത്തരം അസുഖങ്ങളൊക്കെ ഈ റേക്കി കൊണ്ട് ചികിത്സിക്കാൻ പറ്റും. എനർജൈസ് ചെയ്ത് അവിടെ പെർഫെക്റ്റ് ആയിട്ട് ആ ചക്രയ്ക്ക് കൃത്യമായിട്ട് എനർജി കിട്ടിക്കഴിഞ്ഞാൽ, ഇത് നമ്മൾ എനർജി കൊടുത്തിട്ട് ചെയ്യുന്നു. ആയുർവേദം മരുന്ന് കൊടുത്തിട്ട് ചെയ്യുന്നു. ഇംഗ്ലീഷും മെഡിസിൻ കൊടുത്തിട്ട് ചെയ്യുന്നു. നമ്മൾ മെഡിസിൻ കൊടുക്കാതെ ലൈഫ് ഫോഴ്സ് എനർജി കൊടുത്തിട്ട് ആ ചക്രയെ ഉദ്ദീപിപ്പിച്ച് ചെയ്യുന്നു. ഇതാണ് അതിന്റെ സത്യം. പക്ഷേ ഒരിക്കലും ആയുർവേദമോ അലോപ്പതിയോ ഇങ്ങനെയുള്ള കാര്യം പറയത്തില്ല. അവർ മരുന്ന് കൊടുത്ത് മാത്രമേ ചെയ്യാൻ, റേക്കിയോ ഇറുക്കിയോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കും. ഈ ഒരു സാധനം പോപ്പുലർ ആയി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ആശുപത്രി കൂട്ടി പോകും. ഈ റേക്കി ചികിത്സാ രീതി വന്നിട്ട് എത്ര വർഷമായി? യേശുവിന്റെ കാലം വരെ ഉള്ളതാണ്. അപ്പോ യേശുവിന്റെ കാലം മുതലുള്ള ഈ ചികിത്സാ രീതി ഉണ്ടായിട്ടും എന്തുകൊണ്ട് മറ്റുള്ള ശാസ്ത്രശാഖകളിൽ പറഞ്ഞുതരാം. അവിടെ 20-ാം നൂറ്റാണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതായത് 1990 ശേഷമാണ് ഇതൊന്ന് ഡെവലപ്മെന്റ് ആയിട്ട് പുറത്തോട്ട് വന്നത്. 90 ശേഷം 90 കഴിഞ്ഞിട്ട് എത്ര വർഷങ്ങളായി? അത്രേ ഉള്ളൂ. അതുവരെ ഏതായാലും 25-30 വർഷങ്ങള് നിങ്ങൾ പറഞ്ഞ പ്രകാരം തന്നെ ആയില്ലേ? റേക്കി പണ്ടേ ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ഈ നാട്ടിലോട്ട് വന്നെന്ന് വെച്ചാല് റീലാൻഡ് എന്ന് പറഞ്ഞ ഒരു സാഹിബ് ഇവിടെ വന്ന് ഒരാളെ പഠിപ്പിച്ചു, അയാൾ വേറെ അങ്ങനെ ഒരു 90കളിന് ശേഷമാണ് ഇത് ആക്റ്റീവ് ആയത് എങ്കിൽ 30-35 വർഷത്തോളായിട്ടും ഈ ചികിത്സാ രീതി എന്തുകൊണ്ട് പ്രയോഗത്തിൽ വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വിശ്വാസമില്ല.
അപ്പൊ വിശ്വാസം ഇതൊരു വിശ്വാസ ചികിത്സയാണ്. വിശ്വാസം വരുന്നില്ല എന്നതിനർത്ഥം അതിന് റിസൾട്ട് ഇല്ല അല്ല. എന്തുകൊണ്ടാണ് എല്ലാവരും ആയുർവേദത്തിന്റെ പുറകിന് പിന്നെ അലോപ്പതിയുടെ പുറകിന് പോകുന്നത്? എന്താ അതിന് റിസൾട്ട് ഉണ്ട്. ആയുർവേദത്തിന് റിസൾട്ട് ഇല്ല. ആയുർവേദത്തിന് റിസൾട്ട് ഉണ്ട്. പിന്നെന്താ ആയുർവേദം ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. പനി വന്നാൽ നിങ്ങൾ എവിടെ പോന്നെ? ഈ ശാസ്ത്രം വളരുന്ന അനുസരിച്ചുള്ള മാറ്റങ്ങളാണിത്. അപ്പൊ സ്പീഡില്ല ആയുർവേദത്തിന്. ആയുർവേദവും ഇതും തമ്മിൽ എന്റെ അറിവ് വെച്ച് ഞാൻ പറയാം. ആയുർവേദത്തിന്റെ ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ലിറ്റിൽ മോർ ടൈം. പക്ഷേ ആ ഒരു അസുഖം കൊണ്ട് ആ ഒരു അസുഖത്തിന് മരുന്ന് കഴിച്ചാൽ അതിന്റെ കൂടെ വേറൊരു അസുഖം കയറി വരത്തില്ല. നേരെ മറിച്ച് നിങ്ങൾ അലോപ്പതിയാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അസുഖം മാറുന്നതിനോടൊപ്പം വേറെ ചില അസുഖങ്ങളൊക്കെ കയറി ഇങ്ങോട്ട് വരും. അലോപ്പതി മെഡിസിന് സൈഡ് എഫക്ട്സ് ഉണ്ട്. ആയുർവേദത്തിനും സൈഡ് എഫക്ട്സ് ഉണ്ട്. ഇതുപോലെ എന്തായാലും സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ സൈഡ് എഫക്ട്സ് കാരണം മറ്റേ നാച്ചുറൽ സാധനമാണ്, ഇത് നാച്ചുറൽ അല്ല, കെമിക്കലാണ്. അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ ആയുർവേദത്തില് അലോപ്പതി ചികിത്സ ചെയ്യുന്നതോടൊപ്പം തന്നെ ചില സ്പെസിഫിക് ആയിട്ടുള്ള കേസുകൾക്ക് ഇപ്പോഴും ആളുകൾ ആയുർവേദം തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അതിന് കാരണം അതിന് റിസൾട്ട് ഉള്ള ഏരിയ ഉണ്ടല്ലോ. ഈ റിസൾട്ട് ഉള്ള ഏരിയകൾ ഞാൻ പറയാം, പിന്നെ അലോപ്പതി മെഡിസിനെ അതിനേക്കാൾ കൂടുതൽ ചില പ്രത്യേക അസുഖങ്ങൾക്ക് ആയുർവേദത്തില് പിന്നെ റെമഡി ഉണ്ട്. അപ്പൊ അതിന് റിസൾട്ട് അവരെ മുന്നിലുള്ളത് കൊണ്ട് അവർ ആ റൂട്ടിൽ സെലക്ട് പോയി. ശരി, കഴിഞ്ഞല്ലോ. ആയുർവേദത്തിൽ എന്താ ചെയ്യുന്നത്? ആയുർവേദം മരുന്ന്. നിങ്ങൾ എന്ത് ചെയ്യണം? മരുന്ന് കഴിക്കണം. അലോപ്പതിയിലും മരുന്ന് കഴിക്കണം. റേക്കിൽ എങ്ങനെ? റേക്കിൽ നിങ്ങൾ പറഞ്ഞു മരുന്നില്ല, നിങ്ങൾ പറഞ്ഞു മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. മരുന്ന് കഴിക്കുന്നത് എന്തുകൊണ്ടാ? നമുക്കൊരു രോഗം വരുന്നത് ബാക്ടീരിയ, പിന്നെ അല്ലെങ്കിൽ ഫംഗസ് അല്ലെങ്കിൽ വൈറസ് നമ്മുടെ ശരീരത്തിൽ ആക്രമിക്കുന്നത് കൊണ്ടാണെന്നല്ലേ നമ്മള്. അപ്പോ അതിനെ നശിപ്പിക്കണമെങ്കിൽ ഈ മരുന്നുകൾ വേണം എന്നുള്ള ഒരു അറിവ് നമുക്കുള്ളതുകൊണ്ട്. അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു ബാക്ടീരിയയിൽ ഇൻഫെക്ഷൻ വന്നു, ഞാൻ അതിനെ ആ ബാക്ടീരിയനെ നശിപ്പിക്കാതെ ആ ഇൻഫെക്ഷൻ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ബാക്ടീരിയ മരുന്ന് കഴിക്കണമെന്ന് വെച്ചോ, മരുന്ന് കഴിക്കണം, അങ്ങനെ സംഭവിക്കും, അസുഖം മാറും. റേക്കിക്ക് എന്താ സംഭവിക്കുന്നത്? റേക്കി മരുന്നില്ല. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇയാള് റേക്കി ഹീലറുടെ വീട്ടിൽ പോണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോണം, അവിടെ ഇരുന്ന് കൊടുക്കണം. എത്ര മിനിറ്റ് ഇരിക്കണം? 10, 20, 30, ചിലപ്പോ അരമണിക്കൂർ ഇരിക്കേണ്ട വരും. ആരെങ്കിലും തയ്യാറാവുമോ? അതുകൊണ്ടാണ് റിസൾട്ട് ഇല്ലാത്തത്. ഇരിക്കത്തില്ല. ഇപ്പൊ ഉള്ള മനുഷ്യന്റെ സ്പീഡാണ്. അവന് അരമണിക്കൂറോ അപ്പൊ തന്നെ ഗുളിക കഴിക്കണം. ഇംഗ്ലീഷ് മെഡിസിൻ അലോപ്പതി ചികിത്സയില് നമ്മളിപ്പോ ഒരു അസുഖം വന്നു, അപ്പോ അരമണിക്കൂർ കൊണ്ടൊന്നും റിസൾട്ട് ഇല്ലല്ലോ. ചിലപ്പോ ദിവസങ്ങളോളം മരുന്ന് കുടിച്ചാലല്ലേ നമുക്ക് റിസൾട്ട് കിട്ടുന്നുള്ളൂ. അപ്പൊ നമ്മള് റിസൾട്ട് കിട്ടാൻ വേണ്ടിട്ട് ഇപ്പോഴും പിന്നെ മുജീബ് പോയിന്റിൽ വരുന്നില്ല. നിങ്ങൾ വീട്ടിൽ ഇരുന്ന് മരുന്ന് കഴിച്ചാൽ പോരെ? മതി. മറ്റേത് അങ്ങനെയാണോ? മറ്റേത് നിങ്ങൾ എല്ലാ ദിവസവും അവിടെ പോയിരുന്ന് 10, 21, 31 ദിവസം പോയി ഇയാളെ കൊണ്ട് ഈ എനർജൈസ് ചെയ്യിക്കണ്ടേ? അയാൾ ഇങ്ങോട്ട് വന്നാലും പോരെ. അങ്ങനെ ആര് വരും? അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട്? ഇത് പ്രായോഗികമല്ല. അതുകൊണ്ടാണ് ഈ കൂടുതൽ ആൾക്കാർക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്താൽ പോരെ. പഠിപ്പിച്ചു അങ്ങനെ എല്ലാരും പഠിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അതിന് ചെലവുണ്ട്. ചുമ്മാ ഇത് ഓസിൽ പഠിക്കുന്ന ഒരു സാധനമല്ല ഇത്. എത്ര പേര് പഠിക്കുന്നുണ്ട്? പഠിച്ചാൽ മാത്രം പോരാ. മറ്റേത് മെഡിസിൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കാലകാലം ഇവന് പിന്നെ പുതിയ മരുന്നുകളെ കുറിച്ച് പഠിച്ചാൽ മതി. മറ്റേത് അങ്ങനല്ല, ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഞാനാണെങ്കിൽ പോലും, എനിക്കിപ്പോ പ്രാക്ടീസ് ഇല്ല കേട്ടോ, ഞാനാണെങ്കിൽ പോലും എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഈ എല്ലാ സെന്റേഴ്സും എനർജൈസ് ചെയ്യണം. അങ്ങനെയുള്ള ഒരാളിന് മാത്രമേ നല്ലൊരു ഹീലർ ആവാൻ പറ്റൂ. അയാൾ എനർജി കൊടുത്തെങ്കിൽ മാത്രമേ വരുന്ന പേഷ്യന്റിന്റെ അസുഖം മാറൂ. അസുഖം മാറണമെങ്കിൽ എന്താണ്, ഇന്ന അസുഖത്തിന് ഇത്ര ദിവസം ചെയ്യണം, അല്ലെ ഇത്ര മണിക്കൂർ ചെയ്യണം എന്നൊക്കെ ഒരു കണക്കുണ്ട്. ഇത് തന്നെയല്ലേ ഈ മന്ത്രവാദികൾ ചെയ്യുന്നത്? മന്ത്രവാദികൾ ചെയ്യുന്ന ഇതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ അറിയില്ല. ഇതെല്ലാം ഒരുമാതിരി ഫ്രീക്വൻസി കളിയാണ്. മന്ത്രവാദി ചെയ്യുന്ന എന്താണ്? മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അല്ലെങ്കിൽ അവൻ ആഭിചാര ക്രിയകൾ ചെയ്തുകൊണ്ട് അവിടുത്തെ ഫ്രീക്വൻസി മാറ്റുന്നു. ഫ്രീക്വൻസി മാറ്റുമ്പോൾ അവന്റെ കാര്യങ്ങൾ ചിലപ്പോൾ നന്നായെന്ന് വരും. റേക്കി ചെയ്യുന്ന എന്താണ്? നമ്മൾ എനർജൈസ് ചെയ്യുന്നു. എനർജൈസ് ചെയ്യുമ്പോൾ ആ സെൻറ്ററിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട്
പിന്നെ സെന്റർ, അതായത് ചക്ര കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ആ ഫങ്ഷൻസ് എല്ലാം ബന്ധപ്പെട്ട് പോകും. മറ്റിടത്ത് നിന്ന് ചെയ്യുന്ന എന്താണ്, മരുന്ന് കൊടുത്തിട്ട് ആ ചക്രയെ ഉദ്ദീപിപ്പിച്ച് ആ ഒരു പർട്ടിക്കുലർ ഏരിയയെ ഉദ്ദീപിപ്പിച്ച് അവിടെ പെർഫെക്ഷൻ ചെയ്യുന്നു. ഇത് തന്നെയാണ് എല്ലാം സംഗതി ഒന്ന് തന്നെ, പക്ഷേ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഡസ് ഓപ്പറാൻഡി പലതാണെന്ന് മാത്രം. ഈ റേക്കി ചികിത്സ പഠിച്ചതിന് ശേഷം മറ്റുള്ള ചികിത്സാ രീതികളൊന്നും സ്വീകരിച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു MBBS പഠിക്കുന്ന 5 വർഷം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ മരുന്നിനെ അങ്ങ് പ്രിസ്ക്രൈബ് ചെയ്താൽ മതി, പിന്നെ പുതിയ മരുന്നിനെ കുറിച്ച് പഠിച്ചാൽ മതി. അങ്ങനെയാണല്ലോ. ഡോക്ടർ ആയി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ അറിയാം. ഇന്ന സാധനത്ത് ഇന്ന സംഗതികൾ, ഇന്ന കെമിക്കൽ ചെന്നാൽ ഇന്ന സംഗതികൾ കിട്ടുമെന്നുള്ള അറിയാം. ഫാർമക്കോളജിയൊക്കെ പഠിച്ച് മെഡിസിനൊക്കെ പഠിച്ച് ഇറങ്ങി വരുന്നവർ. പക്ഷെ റേക്കി എന്ന് പറഞ്ഞ സാധനം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ എങ്ങനെ നമ്മളെ ചാർജ് ചെയ്യാം, എങ്ങനെ എനർജൈസ് ചെയ്യാം നമ്മൾ തന്നെ പഠിക്കുന്നു. നമ്മൾ എല്ലാ ദിവസവും എനർജൈസ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെ ചുമ്മാ ഒരാളെ ഹീൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വയം ഹീൽ ചെയ്യാൻ പറ്റും. നമുക്ക് സ്വയം ഹീൽ ചെയ്യാം, നമുക്ക് മറ്റൊരാളെ ഹീൽ ചെയ്യാൻ പറ്റും. ആദ്യം നമ്മളെ ആദ്യം പഠിപ്പിക്കുന്നത് നമ്മൾ സ്വയം ഹീൽ ചെയ്യാനാണ്. നമ്മൾ സ്വയം ഹീൽ ചെയ്ത് നമ്മുടെ ചക്രം മൊത്തം ക്ലീൻ ആക്കിയിട്ട് വേണം മറ്റൊരാൾക്ക് എനർജി കൊടുക്കാൻ. അല്ല നമുക്ക് എനർജി കൊടുക്കാൻ നമുക്ക് പറ്റില്ല, കൊടുത്തായിട്ട് ഫലിക്കത്തുമില്ല. അല്ല, അങ്ങനെ പല മന്ത്രവാദികളും, എന്തിന് മന്ത്രവാദികൾക്കൊന്നും പോണ്ട, നമ്മുടെ പല ആത്മീയ നേതാക്കന്മാരും വെള്ളം കൊടുത്തിട്ടും മന്ത്രിച്ചൂതിട്ടും ഒക്കെ ചികിത്സിച്ച് വലിയ ക്യാൻസർ വരെ വലിയ ക്യാൻസർ വരെ മാറ്റുന്നു പറഞ്ഞ ആൾക്കാർ, അങ്ങനെ പറഞ്ഞ് വീരവാദം പറഞ്ഞ് നടക്കുന്ന ആൾക്കാര്, അവർക്കൊരു അസുഖം വരുമ്പോ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ പോയ ചരിത്രമാണ് നമ്മൾ കാണുന്നത്. അതെ, എന്തുകൊണ്ട് അവരെ ചികിത്സിക്കാൻ അതേപോലെ ഒരാളുണ്ടാവണം. അതെന്താ സ്വയം ചികിത്സിച്ചൂടെ? സ്വയം ചികിത്സിക്കുന്നതിനകത്ത് ഞാൻ പറഞ്ഞില്ലയോ, ഇത് എല്ലാ ദിവസവും ഇയാൾ പ്രാക്ടീസ് ചെയ്യണം. മന്ത്രവാദികളുടെ കാര്യം എനിക്കറിയത്തില്ല. മന്ത്രവാദികൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നല്ലതും ചീത്തയുണ്ട്. ഇതിൽ ഏതാണ് ചെയ്യുന്നത് എനിക്കറിയില്ല അതിനെ കുറിച്ച്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ പിന്നെ നാട്ടിലുള്ള ഈ ആത്മീയ ആൾക്കാര്, അത് ഏത് മതത്തിലെങ്കിലും ആവട്ടെ, ഇവര് പല ആൾക്കാരെയും അസുഖങ്ങൾ മാറ്റി ഭയങ്കര സംഭവം, അത്രയും ക്യാൻസർ വരെ ചികിത്സിച്ച് മാറ്റി എന്ന് പറയുന്ന ഈ ആൾക്കാരൊക്കെ ഒരു സുപ്രഭാതത്തില് അവർക്ക് വല്ല പിന്നെ സ്ട്രോക്കോ അറ്റാക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അവര് ഇവിടുത്തെ നാട്ടിലെ ഏറ്റവും നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടുന്നത് നമ്മൾ ധാരാളം കാണുന്നുണ്ട്. എന്നിട്ട് ആ ചികിത്സ കഴിഞ്ഞ് വന്നിട്ട് അവര് പിന്നെ ഈ ആത്മീയ ചികിത്സ തന്നെ തുടരുന്നുണ്ട്. അവിടെ പോകുന്ന ആൾക്കാരെ എന്താ നമ്മൾ പറയണ്ടേ? അത് മനസ്സിലായില്ലേ? ഏതൊരാള് ഈ മന്ത്രവാദങ്ങളിലൂടെ ആണെങ്കിൽ ഇങ്ങനെയുള്ള സംഗതികളിലൂടെ ഒരാളുടെ അസുഖം മാറ്റുവാണെങ്കിൽ ശരിക്കും എന്താ അയാൾ ചെയ്യുന്നത്? അയാളുടെ നെഗറ്റീവ്സിന്, അയാളുടെ കർമ്മയുടെ ഫലം മൊത്തം ഇയാൾ ഇങ്ങോട്ട് മേടിക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇയാളുടെ നെഗറ്റീവ്സ് മൊത്തം ഇയാൾ മേടിക്കുക. അപ്പൊ ഞാൻ എന്താ ആശുപത്രി പോയേ പറ്റൂ, തീർച്ചയായിട്ടും പോയേ പറ്റൂ. നേരെ മറിച്ച് റേക്കി പോലുള്ള സംഭവം ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അങ്ങനെ ആശുപത്രി പോകേണ്ട വരത്തില്ല. അല്ല, എനിക്ക് കുറച്ച് കാര്യം ചോദിക്കാം. അതായത് ഒരു മന്ത്രവാദം കൊണ്ട് ആൾക്കാരെ ചികിത്സിക്കുമ്പോ ആ മന്ത്രവാദിന്റെ പവർ, സ്വയം പവർ നഷ്ടപ്പെട്ടു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ ആദ്യം മന്ത്രവാദി എന്ന് പറഞ്ഞാൽ മന്ത്രവാദം എന്ന് മലയാളം പദാണ്. മന്ത്രവാദി ഒരു മിനിറ്റ്, മന്ത്രവാദം എന്നൊരു മലയാള വാക്കാണ്. അത് അറബിയിൽ പറയുമ്പോ ചിലപ്പോ വേറെന്താ പേരായിരിക്കും, പിന്നെ സംസ്കൃതത്തിൽ പറയുമ്പോ ചിലപ്പോ വേറെ പേരായിരിക്കും. എന്തായാലും ചെയ്യുന്നത് ഒന്ന് തന്നെ. ഈ ഇത്രയും വലിയ രോഗം മാറ്റുന്ന ആൾക്കാര് ഈ നമ്മുടെ ഇപ്പോ നാട്ടിലുള്ള വലിയ വലിയ സ്വകാര്യ ആശുപത്രിയിലോ മെഡിക്കൽ കോളേജിലോ ഒക്കെ പോയിട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയിട്ട് വീണ്ടും ഈ പണി തന്നെ തുടരുന്നുണ്ടല്ലോ. അല്ല, തീർന്നോ? ഞാൻ പറയട്ടെ. സാലിഹ, അതായത് പിന്നെ എന്താ പറയുന്ന ക്രൂരമല്ലാത്ത നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും മുസ്ലിയാക്കന്മാര് അല്ലെ മന്ത്രവാദികള് ആശുപത്രി പോയ ചരിത്രം ഉണ്ട് എനിക്കെന്ന് പറഞ്ഞ ഈ ഉദ്ദേശിച്ച നല്ല കാര്യം എന്ന് ഉദ്ദേശിച്ച ദുർമന്ത്രവാദം ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. കാരണം അവൻ ചെയ്യുന്ന കർമ്മം നെഗറ്റീവാണ്. അത് എന്റെ കർമ്മം ഞാൻ തന്നെ ഇവിടെ അനുഭവിച്ചേ പറ്റൂ. അപ്പൊ ഈ നാട്ടിലുള്ള എല്ലാ മന്ത്രവാദികളും ദുർമന്ത്രവാദികളാന്ന് പറയേണ്ടി വരില്ലേ? ആര് പറഞ്ഞു? അത് നല്ല മന്ത്രവാദികൾ എന്ന് പറഞ്ഞാൽ അസുഖത്തിന് ചികിത്സിക്കുന്നതും തലയ്ക്ക് പിടിച്ച് ഓതുന്നതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊന്നും അവരാരും ഇങ്ങനെ ആശുപത്രി പോയ ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. അല്ലാതെ ഒരുത്തനെ ഉപദ്രവിക്കാനും അല്ലെങ്കിൽ അവന്റെ വസ്തു പിടിച്ചെടുക്കാനും അവന്റെ മനസ്സ് മാറ്റാനും ആ ഒരു പെണ്ണിനെ പ്രേമിക്കാനും അങ്ങനെയുള്ള ചില ഈ അതെനിക്ക് മനസ്സിലായി. അങ്ങനെയുള്ള ആള് ഉറപ്പായിട്ടും അയാളെ ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. ഇപ്പോ ന്യൂസുകളൊന്നും വായിക്കാറില്ലേ?
ഇപ്പൊ സാധാരണഗതിയില് പിന്നെ അങ്ങനെ ഈ ഒരു മോശപ്പെട്ട കാര്യത്തിനല്ലാതെ സാധാരണക്കാരന്റെ ചികിത്സക്ക് വേണ്ടിയിട്ട് ഈ മന്ത്രമായിട്ടും പിന്നെ വെള്ളമായിട്ടും ഇതൊക്കെ ആയിട്ട് ചികിത്സിക്കുന്ന പല ആത്മീയ നേതാക്കന്മാരും അവരൊക്കെ ഒരു മോശപ്പെട്ട കാര്യത്തിനല്ലല്ലോ അവര് ചെയ്യുന്നത്, നല്ല കാര്യത്തിലാണ്. അവരാണല്ലോ ഈ ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നത്. ഒരു ഉദാഹരണം, അവര് ആളെ പേരെങ്ങനെ പറയാൻ പറ്റുമോ? ഒരു പബ്ലിക് പ്ലേസിൽ അല്ല, നമ്മളൊരു ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു വ്യക്തിന്റെ പേരെങ്ങനെ പറയും? പറയണ്ട, എനിക്ക് അങ്ങനെ അനുഭവമില്ല. ദുർമന്ത്രവാദങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും അയാൾ പോയേ പറ്റൂ. അത് മന്ത്രവാദം എന്നുള്ളതല്ല, ദുർവിചാരത്തോടുകൂടി എന്ത് കാര്യം ഒരാൾക്കെതിരെ ഇട്ട് പ്രവർത്തിച്ചാലും നമ്മൾ ഏറ്റെടുക്കുകയാണ് ദുഷ്കർമ്മം. അത് നമ്മുടെ ഔറയിൽ കിടക്കും. ഈ ജന്മം അല്ലെ അടുത്ത ജന്മം തീർത്തേ പറ്റൂ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ശിഫ വെള്ളം ഓതി കൊടുത്തും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് അവൻ ഉപജീവനം നടത്തുന്ന ഒരു മുസ്ലിയാർ അല്ലെങ്കിൽ ഒരു മന്ത്രവാദി ആരായിക്കോട്ടെ ഒരിക്കലും ഹോസ്പിറ്റലിൽ പോകുന്ന ചരിത്രമില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് ഉസ്താദന്മാരുണ്ട്. അവരാരും ആശുപത്രിയിൽ പോയി കാരണം അവരാദ്യം കൂടോത്രം ചെല്ലാനും വീട്ടിൽ ചെന്ന് ബാധ ഒഴിപ്പിക്കാനും പെണ്ണിനെ പിന്നെ കല്യാണം കഴിക്കാൻ അരി ചെയ്ത് കൊടുക്കലും കൂടോത്രം, അങ്ങനെയുള്ള കൂടോത്രം എന്നാണ് അതിനെ പറയുന്നത് ദുർമന്ത്രവാദത്തിന്. അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ ഇത് പിന്നെ നൂല് കെട്ടി കൊടുക്കലും വെള്ളം തലി കുടിച്ചോതലും വെള്ളം ഊതി കൊടുക്കലും ഒക്കെ ഉള്ളവർക്കൊന്നും അങ്ങനെയുള്ള പ്രശ്നം വരത്തില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ പറയുന്ന മന്ത്രവാദികൾക്ക് പന്തേ പറ്റൂ. അതായത് ഏതെങ്കിലും ഒരു മന്ത്രവാദി അല്ലെങ്കിൽ ഒരു ആത്മീയ ചികിത്സകൻ ഹോസ്പിറ്റലൈസ് ആയാൽ അയാൾ ഒരു മോശപ്പെട്ട മന്ത്രവാദി ആയിരുന്നല്ല, മോശപ്പെട്ട ഒരു ആത്മീയ നേതാവായിരുന്നു, അയാൾ നല്ലവനായിരുന്നില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ഒരു പഴുതല്ലേ അത്? അല്ല, പിന്നെന്താണ്? സൽക്കർമ്മ സൽഫല, ദുഷ്കർമ്മ ദുഷ്ഫല. ദുഷ്കർമ്മം ചെയ്യാത്തവനും പോകേണ്ടി വരും. അപ്പൊ ഇനി ഞാനത് അവസാനം ജ്യോതിഷത്തിലേക്ക് കൊണ്ടുവരും.